ഓക്കെ, താങ്ക് യു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ 2 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന സ്കൂൾ കലോത്സവം പ്രമാണിച്ചുള്ള പ്രത്യേക ഷോ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. ഇന്നും 3-ാം ദിവസമാണ്. ഈ 3-ാം ദിവസവും നല്ല തിരക്കാണ്. ബാൻഡ് വേണം ഗംഭീരമായി കേട്ടോ. നിങ്ങളെ സ്കൂളാ? ഓ, അവിടെയല്ലേ നമ്മുടെ പ്രയോജനലക്ഷ്മി പഠിച്ചത്? ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ മത്സര ഫലം? എ ഗ്രേഡ്. സന്തോഷമാണ്. ഇനി ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന്? അത് മത്സരം കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എ ഗ്രേഡിന്റെ ഘോഷയാത്രയാണോ സ്കൂളില്? തകർക്കോ ഇനിയിപ്പോ ഏതാ ഐറ്റം? ചവിട്ടുവോ? പൊളിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കപ്പം ഇനി PC വിശ്വനാഥ് കൂടി ചേരുകയാണ്, MLA. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ കലോത്സവം വല്ലാത്തൊരു എനർജിയാണല്ലോ. കഴിഞ്ഞ തവണ കാണുമ്പോൾ നമ്മൾ ഫുഡിന്റെ ചാർജ് ആയിരുന്നു. ഇത്തവണ PC വിശ്വനാഥിന് എന്തായിരുന്നു ചാർജ്? കഴിഞ്ഞ തവണ ഫുഡിന്റെ ചാർജ് ആയതുകൊണ്ട് ഒരു കലാപരിപാടിയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ കൊല്ലത്തായിരുന്നല്ലോ. അതെ, ചേട്ടൻ വന്നിട്ട് നമ്മുടെ അവിടുന്ന് മനോഹരമായ ഭക്ഷണവും കഴിച്ചു. മാത്രമല്ല വിഷ്ണു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു വേദിയിലൊന്നും പോകാൻ പറ്റിയില്ല. ഇത്തവണ കുറച്ച് തിരുവനന്തപുരത്ത് അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല. എന്നാലും കലോത്സവം ആകുമ്പോ നമുക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരും. അല്ല, മാത്രമല്ല എന്നോട് പറഞ്ഞത് നമ്മുടെ PCR എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്റെ ചെവിയിൽ. അതായത് വിഷ്ണുവിൽ ഉറങ്ങിക്കിടന്ന കുറച്ചു കാലമായിട്ട് ഡിലേ കൊടുത്തിട്ടുള്ള ചില പ്രതിഭകളെ പുറത്തിയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിഷ്ണു ഏതെങ്കിലും ഈ കലോത്സവ ഐറ്റത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ കലോത്സവത്തില് പദ്യപാരായണത്തില്, ടാബ്ലോയില്, നാടകത്തില് ഞാന് നമ്മളെ ചവിട്ട് നാടകം ഉണ്ടായിരുന്നോ? ചവിട്ട് നാടകമല്ല, ചവിട്ടാനുള്ള പരിപാടി നമ്മൾ അഭ്യസിച്ചിട്ടില്ലല്ലേ? നാടകത്തില് വെണ്ടാർ ശ്രീവിദ്യാധിരാജ സ്കൂളായിരുന്നു, എനിക്കറിയാം. നമ്മളെ വീടിനടുത്ത്. അതെ. അപ്പൊ അവിടുന്ന് നാടകത്തിന്, ടാബ്ലോയ്ക്ക്, പദ്യപാരായണത്തിനൊക്കെ യുവജനോത്സവ വേദികളിൽ മത്സരാർത്ഥിയായിട്ട് പോയിട്ടുള്ള ആളാണ്. പോയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഒരു ബഹുജന മുന്നേറ്റം വന്നിരിക്കുന്നത് ഈ PC വിശ്വനാഥിനെ കൊണ്ട് പാടിപ്പിച്ച് വിടാവുന്നതാണ്. അപ്പൊ എന്തായാലും രണ്ടുപേരും മൂളാതിനി മാർഗമില്ല. നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങനെ എന്റെ ചെവി പറഞ്ഞുകൊണ്ടിരിക്കുക MLA പാടും. അത് നാട്ടുകാർക്ക് പാടാവുന്ന നാട്ടുകാർ വിധി എഴുതട്ടെ അല്ലേ? പാടാം. യുവജനോത്സവമാണ്. ഒരു കാര്യത്തിന് ഞാൻ SKന്റെ എനർജി സംഭവിക്കുകയാണ്. എന്തുപറ്റി? ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആവേശം, എനർജിയായിട്ട്. അത് പ്രായം പോകാതിരിക്കാനുള്ള എന്റെ ഒരു സുരക്ഷയാണ്. എന്തായാലും കുട്ടികൾക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ്, വലിയ ആവേശമാണ് മത്സരിക്കാൻ വരുന്നവർക്ക്. ഞാൻ പാട്ട് പാടാം. ഇവിടെ ലജ്ജാവതി കിടക്കുകയാണ്. ലജ്ജാവതിയുടെ കൂടെ പാടുക എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ഈ വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അല്ല, അറിയാവുന്ന പാടിയോ? കുഴപ്പമില്ല. അത് നടക്കട്ടെ. ലജ്ജാവതിയെ കുറിച്ച് ആലോചിക്കണ്ട. ഓക്കെ, ഇവിടെ ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. നിയമസഭയിൽ എപ്പോഴെങ്കിലും പാടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ? നിയമസഭയില് പാടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം? എനിക്കൊന്ന് സംഘർഷം നിറഞ്ഞ നിമിഷമൊക്കെ ഇത്തിരി പാടാൻ പറ്റുവാണെങ്കിൽ ചെറിയ കാര്യമല്ല. സംഘർഷം ഒഴിഞ്ഞു പോയതിന് നിയമസഭയിൽ കുറെ പാട്ടുകാരുണ്ട്. നമ്മുടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ഡോക്ടർ എം കെ മുനീർ, PJ ജോസഫ്, പ്രൊഫഷണൽ ഹിന്ദി പാട്ട് സ്പെഷ്യലിസ്റ്റ്, കണ്ണ് തപ്പിയ ഹിന്ദി പാട്ടാണ്. പാട്ടുകാരിയാണ് ദലീമ. ദലീമ പിന്നെ പ്രൊഫഷണൽ ഗായികയാണ്. അങ്ങനെ സഭയിൽ ഒരുപാട് പാട്ടുകാരുണ്ട്. പാട്ടുകാരുടെ ഒരു ഐക്യം അവിടെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അല്ലേ? പാട്ടുകാരുടെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതിനൊക്കെ രാഷ്ട്രീയ പക്ഷപാതം ആവശ്യമില്ല. നിയമസഭാ ഗാനമേള ട്രൂപ്പിന് സ്കോപ്പ് ചെയ്യാവുന്നതാണല്ലേ? ഓക്കെ, താങ്ക് യു വിശ്വനാഥ്. താങ്ക് യു. ഓക്കെ, അപ്പോ PC വിശ്വനാഥ് MLA ആയിരുന്നു.
അപ്പോൾ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഒരുപാട് രാഷ്ട്രീയം മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ചിന്തകൾ മാത്രമല്ല, അവർക്ക് പാട്ടുകളും ഒക്കെ പാടാൻ പറ്റും. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദി 1 ഏറ്റവും പ്രധാനപ്പെട്ട വേദിയുടെ മുന്നിലൂടെയാണ് ഞാൻ പോകുന്നത്. വേദിയിൽ മത്സരം തകർക്കുകയാണ്. ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്റെ പൊന്നെ, കുറെ കാലമായി കണ്ടിട്ട്. ഓക്കെ, അപ്പം സുഖല്ലേ? ഓക്കെ, ഈ പ്രശസ്ത തബലിസ്റ്റായ തബലമണി, കരമനമണി എന്ന് പറയുന്ന മണി, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണിത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെ ആകാശവാണിയിലേക്ക് സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടികളിലേക്ക് കയറാം. നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ഐറ്റം ഏതാ? കഴിഞ്ഞോ? കോൽക്കളി കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട്? എ ഗ്രേഡ്. നിങ്ങൾ ഏത് സ്കൂളാ? കോഴിക്കോട് കൊയിലാണ്ടി ബോയ്സ് സ്കൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് സമയം ലാഭിക്കാം. ഓക്കെ, മകള് റെഡിയല്ലേ? മോനെ റെഡിയാണോടാ? റെഡിയാണോ? നീ കൂടുതൽ ചിരിക്കുന്നുണ്ടല്ലോ, നീ ആളെ അപകടകാരിയാണോ? ഓക്കെ ഓക്കെ, തുടങ്ങിക്കോ. 1 2 3. ഓക്കെ. ഓ റെഡി, കൈയടിച്ചു കൊടുത്ത. റെഡി. ഓക്കെ. എനിക്ക് നിങ്ങളോട് രഹസ്യം ചോദിക്കാനുള്ളതെന്നറിയോ? ഈ തലമണ്ടയ്ക്ക് അടി കിട്ടായിരിക്കും എന്തോ എളുപ്പ വഴി ഇതിനകത്ത്. അടി എപ്പോഴെങ്കിലും വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്, കുറെ വീണിട്ടുണ്ട്. ആണോ? പ്രാക്ടീസ് ചെയ്ത് 5 മാസം പ്രാക്ടീസ് ചെയ്ത് അത് താഴാക്കി ഓരോ അടവും കൃത്യമായി പഠിച്ച്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത് മത്സരിക്കുന്നത്? അല്ല, നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? എ ഗ്രേഡ് ഉണ്ടായിരുന്നോ? അപ്പൊ സ്ഥിരമായിട്ട് നിങ്ങളാണോ പരമ്പരാഗത കോൽ കളിക്കാര്? ഇല്ല, ഞങ്ങള് കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത്. എ ഗ്രേഡ് അടിക്കുന്നത്. ഞങ്ങൾ ഗുരുക്കളാണ്. ഹലോ, ഞങ്ങളാണോ ഗുരുക്കൾ? സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ അതോ? സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പേര്? ഓക്കെ. അപ്പൊ ഇത്തവണത്തെ ഇവരുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വിമർശകനായിട്ട് വിലയിരുത്തുമ്പോ ഗംഭീരമായിരുന്നു അല്ലേ? അല്ല, ഞാൻ എപ്പോഴും പേടിക്കുന്ന ഈ കുട്ടിയുടെ തലയ്ക്ക് അടി കിട്ടുമെന്നുള്ളതാ. അതെങ്ങനെയാ ഗുരുക്കളെ രക്ഷപ്പെടുത്തുന്നത്? പ്രാക്ടീസാണ് മെയിൻ ആയിട്ട്. പ്രാക്ടീസാ അല്ലേ? ഈ സ്പീഡിനിടയ്ക്ക് അപകടമൊന്നും വരത്തില്ല അല്ലേ? വരുത്തുന്നുണ്ട്, കൈക്കടികളുണ്ട്. അത്യാവശ്യം കിട്ടുമല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ബൈ. കാണാം. അപ്പോ ഇനിയിപ്പോ നമ്മുടെ മധുപാൽ കൂടി നമുക്കൊപ്പം ശരിയാണ്. മധുപാൽ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. മത്സരമൊക്കെ കണ്ടോ? മത്സരം കുറച്ച് കണ്ടു. ഇനോഗ്രൽ ഡേയിൽ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം വന്ന് കണ്ടു. മാത്രമല്ല, ഇതൊരു നമ്മുടെ ഒരു ഉത്സവമാണല്ലോ. അതെ, പിന്നെ തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ഞാനൊരു 81 മുതൽ ഈ കലോത്സവ വേദിയുടെ പുറകിലുണ്ട്. മധുപാല് മത്സരത്തിൽ പങ്കെടുത്തോ? കാര്യം സാഹിത്യ സംബന്ധിയായ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അങ്ങനെ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ 81 മുതൽ എന്റെ ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ കലോത്സവ വേദികളിൽ സ്ഥിരമായിട്ട് കാണാൻ പോകാറുണ്ട്. കുട്ടികളോടൊപ്പം നിൽക്കാറുണ്ട്. ഈ കുട്ടികളുടെ കലാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരെ ഭയങ്കര ചിലപ്പോൾ ചില കക്ഷികളുടെ സങ്കടങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ചില കക്ഷികൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കിട്ടാതെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമത്തോട്. ഇത്തവണത്തെ മത്സരമൊക്കെ വിലയിരുത്തുമ്പോൾ എങ്ങനെയുണ്ട്? ക്വാളിറ്റി കൂടിയിട്ടുണ്ടോ? അല്ല, എനിക്ക് പിള്ളേരെല്ലാം ഫയർ ബ്രാൻഡ് ആയപ്പോ. അല്ല, പിള്ളേർ ഭയങ്കര ഫയർ ബ്രാൻഡ് മാത്രമല്ല, പിള്ളേർ ഭയങ്കര ഹെവി ആയിട്ടില്ല. ഇപ്പൊ കണ്ടു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കറിയാമല്ലോ. കാരണം ഭയങ്കര ടെറർ ലൈനിലാണ് ഓരോ പിള്ളേരുടെയും ആക്ടിവിറ്റീസ് ഉള്ളത്. സത്യമായിട്ടും അവര് 100% സിൻസിയർ ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. അതാണ് ഏറ്റവും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാമായിട്ട് ഇതിനെ കാണുന്നുണ്ട്. നമ്മുടെ പഴയടത്തിന്റെ കലവറി പോയി പുട്ടടിച്ചോ? ഇല്ല, അത് 8-ാം തീയതിക്ക് മുമ്പായിട്ട് ഒരു ദിവസം പോകണം എന്ന് മാത്രം. ഇന്ന് രാവിലെ ഞാൻ പോയി, പുട്ട് സൂപ്പറാ. അല്ല, 8-ാം തീയതിക്ക് മുമ്പ് ഒരു ദിവസം പോയിട്ട് കഴിക്കണമെന്നുണ്ട്. നോക്കട്ടെ, ബാക്കിയെല്ലാം ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ടെന്ന് വലിയ തലവേദനകളില്ലാതെ കഴിഞ്ഞു പോവാ. അതല്ല മധു, ഇന്ന് രാവിലെ അതേ എനിക്കൊരു സൗകര്യം തന്നു. എന്നോട് പറഞ്ഞ് പ്രഥമനൊന്ന് ഇളക്കാനുള്ള സൗകര്യം തന്നു. ഞാൻ കുറച്ചു നേരം ഇളക്കി നോക്കി. ആ പ്രഥമന്റെ ഗന്ധം മുഴുവൻ എന്റെ മൂക്കിലടിച്ചു കയറ്റി. ഇപ്പോഴും പോയിട്ടില്ല.
എന്താ രസം അറിയോ? അത് ഒരിക്കൽ അനുഭവിച്ചാലേ അത് അറിയാൻ പറ്റും. ഇത്രയും കുട്ടികളെയും ഇത്രയും അയ്യോ ഒരു രക്ഷയില്ല. എനിക്കൊന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരുന്ന ആളാ പഴയത്. കാര്യം 30,000 ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക, അതും പരാതികളില്ലാതെ. അതാണല്ലോ ഏറ്റവും പ്രധാനം. 3 പേർക്ക് ഭക്ഷണം കൊടുത്താൽ 30 അഭിപ്രായങ്ങൾ വരും. നമ്മൾ പറയാറില്ല അക്ഷയപാത്രം എന്ന് പറയുന്ന ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഥയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് സംസ്ഥാന അന്നദാതാവ് എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ഒരു അവാർഡ് കൊടുക്കാവുന്നതാണ്. ആ രീതിയിൽ കൺസെപ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ആ മനുഷ്യൻ ചെയ്തു നിൽക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. മാത്രമല്ല കുട്ടികളുടെയും അവരുടെ ഒരു എനർജി ഉണ്ട്. ആ എനർജി സജീവമായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ ഇനി എന്താ പരിപാടി? കുറച്ചു നേരം കൊണ്ട് ഇതെല്ലാം കാണും, എൻജോയ് ചെയ്യും, വീട്ടിൽ പോകും അല്ലേ? ഒരു പാതിരാകക്ഷിയാവും ഉദ്ദേശിക്കുന്നില്ല അല്ലേ? ഒരു കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഒരു പീരീഡിൽ സജീവമായിട്ട് വെളുപ്പാഞ്ചാലം വരെ നിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പൊ അപകടമില്ലാത്ത കൂരയാണ് ഞാൻ കഴിയട്ടെ, അതാണല്ലോ ഏറ്റവും പ്രധാനം. ഓക്കെ താങ്ക് യു മധുബാൽ. മോളെ ഇന്നലെ വന്ന ആളല്ലേ? ഓ എന്തായാലും ഓട്ടംതുള്ളലിന്റെ റിസൾട്ട് എന്തായിരുന്നു? മിമിക്രി എങ്ങനെയാ? എന്റെ അമ്മോ. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും മത്സരത്തിലുണ്ടോ? കഴിഞ്ഞു. മിമിക്രിയിൽ ഏതാ അവതരിപ്പിച്ച മോള്? ഏത് സ്കൂളായിരുന്നു? മേമുണ്ട്. യെസ് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് തലപ്പാവും ഒക്കെ വെച്ച് ഇറങ്ങിയല്ലേ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ. തുള്ളൽ കിരീട എന്താ പേര്? നമസ്കാരം. സുനിൽ കോട്ടയം. സുനിൽ അല്ലേ? ഓക്കെ. എന്നിട്ട് മിമിക്രി ആരുടെ ആയിരുന്നു? എന്താ അവതരിപ്പിച്ച മോള്? പിന്നെ കാവ്യമാധവൻ, ചൊവ്വയിലേക്ക് സിനിമാ താരങ്ങളും രാഷ്ട്രീയ ഏത് സിനിമാ താരത്തിലേക്ക് ചൊവ്വയിലേക്ക് കയറ്റി വിട്ടത്? കാവ്യമാധവൻ, വെള്ളാപ്പള്ളി നടേശൻ, ബിന്ദു പണിക്കർ. ഇവിടെ ആവശ്യമില്ലാത്തവരാണ് അങ്ങോട്ട് വിട്ടത്. എന്താ മോൾ ഉദ്ദേശിച്ചത് ശരിക്കും? ചൊവ്വയിലേക്ക് സിനിമാ താരങ്ങൾ പോയാൽ കാവ്യമാധവൻ ആദ്യ പ്രതി. അപ്പൊ കാവ്യമാധവൻ ഒന്ന് ചെന്നിറക്കട്ടെ ചൊവ്വയിൽ. എങ്ങനെയുണ്ടെന്ന്? എന്താണിത്? ഞാനും ദിലീപേട്ടനും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അഭിനയിക്കുമ്പോഴേ ഇതിന്റെ 2ാം ഭാഗം ചൊവ്വ ഉദിക്കുന്ന ദിക്കിലായിരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ദിക്കും ലക്കുമില്ലാതെ വല്ലാതെ അലഞ്ഞുപോയി. ബിന്ദു പണിക്കർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വയിലൊരു സ്കൂൾ തുടങ്ങണം, എന്നിട്ട് 8ാം ക്ലാസ്സിൽ എനിക്ക് പഠിക്കണം, എല്ലാത്തിലും ഫസ്റ്റും വാങ്ങണം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജാതി ചൊവ്വ, ഒരു ജാതി ചന്ദ്രൻ, ഒരു ജാതി സൂര്യൻ, ഏതാണ് ഈ ജാതി? ചങ്ങനാശ്ശേരി. ഓക്കെ ഗംഭീരമായി. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ 2 ഗ്രേഡ് ഒക്കെ അടിച്ചു. മാഷേ നമസ്കാരം. ഓക്കെ താങ്ക് യു. നിങ്ങള് കോൽക്കളിക്കാരല്ലേ? അപ്പൊ നമ്മളിപ്പോ കോൽക്കളി എടുത്തല്ലേ ഉള്ളൂ? വേറെ ടീമാണല്ലേ? ഓക്കെ. അപ്പൊ ആവേശിലല്ലേ? അപ്പൊ നിങ്ങളുടെ കോൽക്കളി ഷൂട്ട് ചെയ്തോ? ഇല്ല. എന്താ ഷൂട്ട് ചെയ്യാഞ്ഞേ? നിങ്ങൾക്ക് എ ഗ്രേഡ് ആണോ? ഓ അത് ശരി. നിങ്ങളെ സ്കൂളാ? ഓക്കെ. കഴിഞ്ഞ തവണ നിങ്ങൾ മത്സരിച്ചോ? എന്തായിരുന്നു? ചെറിയൊരു പോയിന്റ് പോയോ? ഓക്കെ. അപ്പൊ ഇത്തവണ സന്തോഷമായിരിക്കുമല്ലോ. ഓക്കെ. വളരെ സന്തോഷം. അപ്പൊ നിങ്ങളുടെ കൂടെ ആരാ വന്നേ? ഓക്കെ സന്തോഷം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മാഷാരാ? എന്താ അങ്ങയുടെ പേരെന്താ? മുഹമ്മദ് റബിൻ. ഓക്കെ. താങ്ക് യു. അപ്പൊ എന്തായാലും നന്നായിരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഹായ്. എവിടെ നാട്? അമ്പലത്തറ. എന്താ പരിപാടി? മത്സരിക്കാൻ വന്നാണ്? പരിപാടിയാണോ വന്നോ? എന്നിട്ട് പരിപാടി കാണണ്ടേ? മോളെ എന്താ വിശേഷം? പരിപാടിയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ട്? ഏതൊക്കെ പ്രോഗ്രാം കണ്ടു? സംഘഗാനം കൊള്ളായിരുന്നോ? അപ്പൊ നിങ്ങൾ മത്സരിച്ചവരാണോ? കാണാൻ വന്നവരാണെന്നോ ഞാൻ വിചാരിച്ചു. അല്ലല്ലേ? ഓക്കെ. അപ്പൊ സംഘഗാനത്തിലാണോ മത്സരിച്ചേ? സംസ്കൃത സംഘഗാനം. സംസ്കൃത സംഘഗാനം ഒരു ലൈനിന്ന് പാടി നോക്കട്ടെ. സംസ്കൃത സംഘഗാനം. സംഗീതം സമവേദ സുലാളിതം സംഗീതം വേദവിഗളിതം സംഗീതം സമവേദ സുലാളിതം സംഗീതം. ഇനിയിപ്പോ എന്താ പരിപാടി? വീട്ടിലേക്ക് മടങ്ങി പോകണോ? എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്. എന്താ പരിപാടി? സംസ്കൃത ഗാനാലാപനം. അതുകൊണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞേ പോകും. അതിന് എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. താങ്ക് യു മക്കളെ. താങ്ക് യു. ഇതൊക്കെയാണ് ഒരു നമുക്ക് ടിവിയിൽ കാണാറുണ്ട്. എപ്പോഴും. അങ്ങ് വീട് എവിടെയാ? എന്റെ കരുവപ്പള്ളി കൊടുങ്ങല്ലൂര്. എന്താ പേര്? അബ്ദുൽ അസീസ്. അപ്പൊ ഒരുപാട് ടി.വി കാണുന്ന ആളാണ്. സാറിന് മാത്രം 24 എന്റെ അമ്മോ. ഓക്കെ. അതെന്തായാലും നന്നായി. പരിപാടി 24 കാണാറുണ്ട്. ഓക്കെ. ഹായ്. എപ്പ ഇറങ്ങി ഇവിടെ?
ഞാൻ ഇന്നലെ എത്തി. അതോ എങ്ങനെ മത്സരം കാണാൻ ഇറങ്ങിയാണോ? മത്സരം കാണാൻ വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ. ഏതൊക്കെ പ്രധാനപ്പെട്ട സംഭവം കണ്ടത് ഇപ്പോ? ഞാൻ ഇന്നലെ മുഴുവൻ സമയം നാടകം കണ്ടു. നാടകം കണ്ടു. ഹയർ സെക്കൻഡറി നാടകം നടന്നുള്ളതല്ലേ? ഞാൻ ഇന്നലെ ഒരു 10:30 മണിക്ക് ടാഗോർ തിയേറ്ററിൽ പോയി ഇരുന്നതാണ്. രാത്രി 10:30 വരെ 12ഓളം നാടകം കണ്ടു. അപ്പൊ ഈ കുട്ടികളുടെ പുതിയ നാടകബോധം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാനും കുറെ കുട്ടികളുടെ നാടകം ഡയറക്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഒന്ന് കുട്ടികൾ പറയുന്ന വിഷയങ്ങൾ ഭയങ്കര കാലിക പ്രസക്തമായ വിഷയമാണ്. അത് എത്രത്തോളം നിങ്ങളെപ്പോലുള്ള ചാനലുകാർ പുറത്തെത്തിക്കും. പിന്നെ നാടകത്തിന്റെ മാറ്റമൊക്കെ നമ്മൾ പുറത്തെത്തിക്കണം. കാര്യം പുതിയൊരു നാടക സംഘം വേണ്ടേ കേരളത്തിൽ, അല്ലേ? കാരണം വളരെ കൃത്യമായിട്ട് കുട്ടികൾ ചില ബോധമുണ്ട് നമ്മുടെ നാട് എങ്ങനെയായിരിക്കണം. ആ വിഷയങ്ങളോട് കൃത്യമായി കുട്ടികൾ പ്രതികരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളൊക്കെ കാണാൻ വന്നവരാണോ മത്സരിക്കാൻ വന്നത്? മക്കളുണ്ട്. അപ്പൊ മത്സരിക്കാൻ വന്നവര് തന്നെയാ അല്ലേ? ഓക്കെ, ഇവരുണ്ട് അല്ലേ? അപ്പൊ മക്കളെ ഏതാ ഐറ്റോടാ മോനെ? ഓക്കെ, അപ്പൊ തുടങ്ങിയല്ലോ. നിങ്ങൾ ഏത് സ്കൂളാ? മിനിക്കോയോ? ആ, പീലി. ഓക്കെ, അപ്പൊ സ്കൂളിന്റെ ഫുൾ നെയിം എന്താ? ആരാ പഠിപ്പിച്ചു വിട്ടെ? ഓക്കെ, സാറുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങിക്കോളൂ. സാനു കണ്ടിന്യൂസ്. ഹായ് തായ്ന്ത തരികിടത് മൃതത്തേതാത് മൃതത്തെയ്യ അടിക്കുന്ന വെടി തടയുന്ന ഞങ്ങൾ വേഗം മാറി കളിക്കുന്നേ ഓട്ടം ചാട്ട പരിചയമുട്ടുകൾ ആട്ടനടിത്തറ അടിക്കുന്ന വെടി തടയുന്ന ഞങ്ങൾ വേഗം മാറി കളിക്കുന്നേ ഓട്ടം ചാട്ട പരിചയമുട്ടുകൾ ആട്ടനടിത്തറ ഹായ് തായ്ന്ത തരികിടത് മൃതത്തേതാത് മൃതത്തെയ്യ വെട്ടുകൾ തടുക്കലും തടുത്തിടത്തു മാറലും ഓതിരം മറിഞ്ഞിടലും ചാടി വെട്ടി തട്ടിടലും വെട്ടുകൾ തടുക്കലും തടുത്തിടത്ത് മാറലും ഓതിരം മറിഞ്ഞിടലും ചാടി വെട്ടി തട്ടിടലും തരികിടത് മൃതത്തേതാത് മൃതത്തെയ്യ കച്ച കെട്ടി പട്ടൊടുത്തിടത്ത് മാറി വലത് വെട്ടി അടവുകൾ പലതരങ്ങൾ കാട്ടിടുന്ന ധീരരെ കച്ച കെട്ടി പട്ടൊടുത്തിടത്ത് മാറി വലത് വെട്ടി അടവുകൾ പലതരങ്ങൾ കാട്ടിടുന്ന ധീരരെ തരികിടത് മൃതത്തേതാത് മൃതത്തെയ്യ പുലരിയെല്ലാം അവിടെ യജ്ഞം തേടി നടന്നേ പുലരിയെല്ലാം അവിടെ യജ്ഞം തേടി നടന്നേ കച്ചാപ്പാറിച്ചുള്ള രാജക്കാളിങ്ങനെ ഒപ്പം നാടെന്ന് പടവെട്ടിയതിന്റെ കത്തൈതേ കച്ചാപ്പാറിച്ചുള്ള രാജക്കാളിങ്ങനെ ഒപ്പം നാടെന്ന് പടവെട്ടിയതിന്റെ കത്തൈതേ തരികിടത് മൃതത്തേതാത് മൃതത്തെയ്യ കാടെല്ലാം തേടി ഞാനൊരു കലൈമാനെ തിരഞ്ഞ് കാട്ടിലൂടെ പോയൊരു മണിനെ കണ്ടില്ല പേരായുധപ്പാട് കാടെല്ലാം തേടി ഞാനൊരു കലൈമാനെ തിരഞ്ഞ് കാട്ടിലൂടെ പോയൊരു മാനിനെ കണ്ടില്ല പേരായുധപ്പാട് നെരിമാൻമാല കണ്ടിട്ടെറിയമാൻ മറയുന്ന മാനെ തകതേതാണെന്തിനും താനാ വെളരിമാൻമാല കണ്ടിട്ടെറിയമാൻ മറയുന്ന മാനെ തകതേതാണെന്തിനും താനാ തരികിടത് മൃതത്തേതാത് മൃതത്തെയ്യ നീലവാൻ വേലുണ്ണിയെ കണ്ടോരുണ്ടോ? നിങ്ങളാരോ പോകുന്നോരുണ്ടോ? കായാമ്പോ നല്ലൊരു വനവാസത്തിൻ നല്ലൊരു തെക്കു തന്നെ അതെന്നെ ഗുരുനാഥൻ വന്ന് അവന്റെ കൽപ്പിച്ചോരിത്യ ഗുരുനാഥൻ പാടിയ പാദം മടങ്ങിപ്പോയി ചിന്തകതമൃതേ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്ങനെ സൂപ്പർ ആയിരുന്നു മക്കളെ? എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ കുട്ടികളെ, എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ കുട്ടികൾക്ക്. ഓക്കെ, സന്തോഷം. താങ്ക് യു. ഗംഭീരായോ? ഗംഭീരായി. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ചു നേരം വിശ്രമിക്കണം കേട്ടോ. ഓക്കെ, താങ്കൾ എന്താ പരിപാടി ഇവിടെ? ഞാനിപ്പോ കരളി റീജിയനുടെ യൂത്ത് അംബാസിഡറാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് 2018 വരെ ഓട്ടംതുള്ളൽ മോണാക്ട് വിന്നറായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു ഐറ്റംസ്? ഓട്ടംതുള്ളലും മോണാക്ട്. ഇപ്പൊ കറന്റ് യുണൈറ്റഡ് നേഷൻസിൽ സിവിൽ സർവീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ വെയിറ്റിംഗ് പീരീഡിലാണ്. ഓക്കെ, മകളെ നിങ്ങൾ എന്താ പരിപാടി? ദേശഭക്തി ഗാനം. ഓക്കെ, അപ്പൊ ഒരു ഏത് സ്കൂളാണ് നിങ്ങള്? മൂവാറ്റുപുഴ സ്കൂളാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഒരു 2 വരി നിങ്ങൾ പാടിക്കോളൂ, നമുക്ക് നോക്കാം. ഓക്കെ, ചേട്ടൻ പാടുന്നില്ലേ? മോണാക്ടാണ്. ഓക്കെ, റെഡി. പാടിക്കോളൂ. ഓക്കെ, സമയം കളയണ്ട. ഭാരത പുഴകൾ വന്യമരതക ഗാനനങ്ങൾ ഗിരികിരീടങ്ങൾ കാളിദാസൻ സ്വാതി തിരുനാൾ കബീർ പാടുമി ഭുവനം പല ജനതീ വിടൊരു ശരട നിരവധി സുമസുരഭില നിരയാൻ പല ജനതീ വിടൊരു ശരട നിരവധി സുമസുരഭില നിരയാൻ കൊരുക്കുന്നു സ്നേഹത്തിൻ പുളകമാല്യം
കുറിക്കുന്നു ലോകത്തിനൊരു ഗീതകം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങള് എ ഗ്രേഡ് അല്ലേ? എ ഗ്രേഡ്. സന്തോഷായില്ലേ? സന്തോഷം. ഓക്കെ. അപ്പൊ ഈ ആരാ പഠിപ്പിച്ച വിട്ടത്? ഞങ്ങളെ നോബി എന്ന് പറഞ്ഞ സാറാണ് പഠിപ്പിച്ചത്. നോബി ബെൻ. ഓക്കെ, താങ്ക് യു. കാണാം നമുക്കിനി. ഓക്കെ, താങ്ക് യു. എന്താ പരിപാടി? നമസ്കാരം സാർ. നമസ്കാരം. കാണാൻ വന്നോ പങ്കെടുക്കാൻ വന്നോ? പങ്കെടുക്കാൻ വന്നു. ഏതിനാ പങ്കെടുത്തത്? ഇംഗ്ലീഷ് റെസിറ്റേഷൻ. ഏത്? ഇംഗ്ലീഷ് റെസിറ്റേഷൻ. ഓക്കെ. അപ്പൊ മോള് ഇവിടെ നിൽക്കുവോ? ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ, ശരി. അപ്പൊ താങ്കളോ? ഞാൻ അഷ്ടപദിക്കും ഗാനാലാപനത്തിനും സംസ്കൃത സംഗീതത്തിനും. ഓക്കെ. അപ്പൊ നന്നായി. കൂടെ വന്നാണോ? അമ്മയാണോ? അമ്മയാണ്. ഓക്കെ. മക്കള് മോണോ ആക്ടിൽ വന്നാണ്. ഓക്കെ. മോള് മത്സരിച്ചിട്ട് അങ്ങനെയാണ്. ഏത് സ്കൂളാണിത്? മലപ്പുറം ചുങ്കത്ര MPHS ചുങ്കത്ര. ഓക്കെ. സന്തോഷം. അപ്പൊ നിങ്ങൾ എന്താ പരിപാടി? ഏത് സ്കൂളാ? എന്തായി റിസൾട്ട്? എന്തായിരുന്നു? എ ഗ്രേഡ് കിട്ടി. അതിന് ഗംഭീരമായി അത്. ഓക്കെ, ഞാൻ വരാം. ഞാൻ എല്ലാവരോടും ഒന്ന് ചോദിച്ചിട്ടൊക്കെ വരാമേ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇവിടെ ഇപ്പോൾ വേദി 1 ഏറ്റവും അടുത്ത് കാണുന്നത്. ഈ വേദി 1 കടുത്ത മത്സരം നടക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരത്ത് രാവിലെയൊക്കെ കുറച്ച് ആൾക്കാർ കുറവുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ഐറ്റമാണ്? ഏത് സ്കൂളായത്? എന്തായി റിസൾട്ട്? എന്തായിരുന്നു? ഹാപ്പിയാണോ? ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? ഓക്കെ. നിങ്ങൾ കഴിഞ്ഞ തവണ എ ഗ്രേഡ് ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ ഞാൻ വരാം കേട്ടോ. ഓക്കെ. എന്ത് പറ്റി? ആണോ? സന്തോഷം. എന്താ പേരെന്താ? വീട് എവിടാ? കാസർഗോഡാണോ? നിങ്ങളോ? എല്ലാവരും കാസർഗോഡാണ്. ഓക്കെ, സന്തോഷം. അമ്മ എന്തുകൊണ്ട്? വിശേഷം എന്തുകൊണ്ട്? സുഖല്ലേ? ഓക്കെ. താങ്കളുടെ പേരെന്താ? പേര്? ഓക്കെ. ഇവിടെ കാണാൻ വന്നാണോ? ഓക്കെ, താങ്ക് യു അമ്മ. അപ്പോ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ജില്ലാടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള അധ്യാപകരാണ് ഞങ്ങൾ. കുട്ടികളുടെ സ്കൂളിലുള്ള യൂണിറ്റുള്ള പ്രോഡക്റ്റുകളാണ് എക്സിബിഷൻ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. അപ്പൊ നിങ്ങൾ മത്സരിക്കാൻ നിൽക്കുകയാണോ? ഏതാണ്? കാണാമെന്നാണോ? എവിടെ? ഞങ്ങളുടെ ഹോസ്റ്റലിൽ. ഓക്കെ. കൊല്ലം. കാണാൻ വന്നവർക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷനോ? കാണാൻ വന്നവർക്ക് ടെൻഷൻ? കാണാൻ വന്നാണോ? ഹോസ്റ്റലിൽ കയറാനുള്ള ടെൻഷൻ. എവിടെയാ നിങ്ങളുടെയൊക്കെ നാട്? നിങ്ങൾ സംഘമായിട്ട് ഇറങ്ങിയതാണോ? ഓക്കെ. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട് മത്സരം? സൂപ്പർ അല്ലേ? എന്റെ അനിയത്തിക്ക് ബാൻഡിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിന് വന്നപ്പോ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കിടില്ല. ഓക്കെ, താങ്ക് യു. കാണാം നമുക്ക്. ബൈ. ഞാൻ വരാം. ഓക്കെ. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് കിട്ടിയോ? എ ഗ്രേഡ് കിട്ടിയോ? എന്താ മത്സരിക്കാൻ പോണോ? കഴിഞ്ഞോ? എങ്ങനെയായിരുന്നു ഗ്രേഡ്? എ ഗ്രേഡ് കിട്ടി. സ്കൂൾ ഏതെന്നാ പറഞ്ഞേ? ഓക്കെ, ഞാൻ നിങ്ങളിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു. കുട്ടികളെ എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങള്? ടീച്ചറാണോ? ഏത് സ്കൂളായത്? ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ. എ ഗ്രേഡ് കിട്ടിയോ? ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ മോളെ നമുക്കൊന്ന് തിരുവാര കളിച്ചാലോ? റെഡിയാണോ നിങ്ങള്? ഇതാണോ ടീച്ചറ്? തിരുവാര പഠിപ്പിച്ച ടീച്ചറ്? ഓക്കെ. തിരുവാര സ്പെഷ്യലിസ്റ്റ് ആണോ? എന്താ പേര്? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ ആണോ? എന്റെ അമ്മോ, അയ്യോ. അപ്പൊ തുടങ്ങിക്കോളൂ. ആരാ പാടുന്നേരാ?
പാടിക്കോളൂ പാടിക്കോളൂ. കനകമനോഹരി വണ്ടണി ചായലാളി മഹാലക്ഷ്മി കണ്ടാല് മാതി കനകമനോഹരി വണ്ടണി ചായലാളി മഹാലക്ഷ്മി ഉണ്ടായ സങ്കട പോകുക നിക്ഷണം കണ്ടകു മനസ്സി ലക്ഷ്മി തോഴ തായ സമസ്തവും നിന്റെ കടാക്ഷവും മായ മഹാപുരുഷോത്തമ വല്ലഭി കയ്യാൽ കൂരു തൊടു നീ കടാക്ഷിക്കുമ്പോൾ മെയ്യാൽ കൂടൂർ കവി ലക്ഷ്മി തോഴാം മെയ്യാൽ കൂടൂർ കവി ലക്ഷ്മി തോഴാം പങ്കജ പൈതലാളി വസിക്കുന്നു ഭംഗി ചൊല്ലാവതോ കൈത്തോഴാം പങ്കജ പൈതലാളി വസിക്കുന്നു ഭംഗി ചൊല്ലാവതോ കൈത്തോഴാം ലക്ഷ്മി ഭംഗി ചൊല്ലാവതോ കൈത്തോഴാം നിൻ ഭംഗി ചൊല്ലാവതോ കൈത്തോഴാം. ഓക്കെ, താങ്ക് യു ഗംഭീരമായി. അപ്പൊ നിങ്ങൾ സന്തോഷം. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഐറ്റത്തിൽ മത്സരം ഉണ്ടോ, പങ്കെടുക്കാനുണ്ടോ? ഇല്ല ഇത് കഴിഞ്ഞു അല്ലേ? അപ്പൊ എപ്പോഴാ മടങ്ങി പോവാ? ഓക്കെ. താങ്കൾ എന്താ വന്നേ ഇവിടെ? എന്റെ പേര് അദ്വൈത് എന്നാണ്. അപ്പൊ ഞാൻ മോണോ ആക്ടിന് വന്നത്. നാളെയാണ് മത്സരം. അപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്നു. ഏത് സ്കൂളാ? ഞാൻ GHSS തുമ്പമൺ. ഓക്കെ. അപ്പൊ തകർക്കോ? നാളെ തകർക്കും അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്കൾ എന്താ വന്നേ? എന്റെ ബ്രദറാ. ബ്രദറാ? നിങ്ങൾ ആങ്ങളെ പെങ്ങളോട് വന്നതല്ലേ മത്സരിക്കാൻ? പൊളിക്കാൻ വേണ്ടി വന്നാണോ? ഓക്കെ, പൊളിക്ക്. ഓക്കെ, റെഡി. അപ്പോ മത്സരം കൂടുതൽ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ. ഓക്കെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? മത്സരം എങ്ങനെയാ? മത്സരമാണ് അല്ലേ? റിയൽ മത്സരമാണ്. ഓക്കെ. അല്ല, ശരിക്കും ഇവിടെ ഞാൻ വന്നപ്പോ കുട്ടികളെക്കാൾ രക്ഷകർത്താക്കൾക്കാണ് മത്സരം. അത് പിന്നെ എപ്പോഴും അങ്ങനെ പിള്ള കളിക്കില്ല, പക്ഷെ തള്ള കളിക്കും അല്ലേ? ഓക്കെ. അപ്പൊ സ്കൂളുകൾ തമ്മിൽ മത്സരമാണ്, ജില്ലകൾ തമ്മിൽ മത്സരമാണ്. അങ്ങനെ മൊത്തം മത്സരത്തിന്റെ ഒരു ആരവമാണ് ഇവിടെ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ ആൾക്കാർക്ക്? ഇല്ല, പക്ഷെ മൊത്തത്തിൽ ഇപ്പൊ എല്ലാരും ഒരു ഓളവും വൈബ്, ഒരു ഓളവും സംഘർഷത്തിന്റെ തീരവും അല്ലേ? ഓക്കെ. പ്രേംകുമാറിന്റെ വൈഫ് വന്നിട്ടുണ്ടോ? വരൂ. അത് മോശമായി. പ്രേംകുമാറെ പുറത്ത് കാണിക്കില്ലെങ്കിൽ നമുക്കൊന്ന് പുറത്ത് കാണിക്കണം. എന്താ പേര്? ഈ മനുഷ്യന്റെ കൂടെ എത്ര കാലമായി ജീവിക്കുന്നു? 24 years. ഓക്കെ, മോളാ അല്ലേ? മോളെ 24. എന്തായാലും നന്നായി. മാത്രമല്ല, ഈ 10 വർഷം പോലും ദാമ്പത്യം നിൽക്കാത്ത കാലത്ത് 24 കൊല്ലം എന്നൊക്കെ പറഞ്ഞ അല്ലേ സാഹിഷ്ണുതയ്ക്ക് അവാർഡ് കിട്ടും. അല്ല, അത് ആർക്കാണെന്നുള്ള അല്ലേ? ആർക്കാണ് കൊടുക്കേണ്ടത് അല്ലേ? സംശയമൊന്നുമില്ല അതിനകത്ത്. പ്രേംകുമാരെ മൊത്തത്തിൽ ഒരു ഓളവാ. പ്രത്യേകിച്ച് രാവിലെ പോയി നമ്മള് കലവരെ പോയി പുട്ടടിച്ചു. സൂപ്പർ ഭക്ഷണമാണ് കേട്ടോ. ഭക്ഷണത്തിന് പഴയടമല്ലേ, നല്ല ഭക്ഷണവും എല്ലാം കൊണ്ടും ആ കൂടെ തിരുവനന്തപുരത്ത് ഒരു ഓളമാണ്. തലസ്ഥാന നഗരികള് എങ്ങനെയുണ്ട്? കണ്ടോ? മത്സരമെല്ലാം കണ്ടോ? അതേ ഉള്ളു. മോളെന്താ മത്സരം കണ്ടായിരുന്നോ? വന്നേ ഉള്ളു. മോളെന്താ ചെയ്യുന്നേ? 10th. അപ്പൊ മോളെ മത്സരമൊക്കെ ഒന്ന് കണ്ട് അച്ഛനെ വിട്ടേര്. നമ്മള് തകർക്കുക. അപ്പൊ കാണാം. ഓക്കെ, പ്രേംകുമാറെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അക്കാഡമിയൊന്നും കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ടല്ലോ. വിവാദങ്ങളൊന്നും പുതിയതായിട്ടില്ലല്ലോ? ഇല്ലില്ല, ഉണ്ടാക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങളെ സ്കൂളാ? ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ മത്സര ഫലം? ആണോ? നിങ്ങളുടെ ഏതാ ഐറ്റം? ഓക്കെ. നിങ്ങളോ? നിങ്ങളേതാ? ഓക്കെ, നാടകമാണോ? നിങ്ങൾക്ക് നാടകത്തിന്റെ എന്താ റിസൾട്ട് എന്തായിരുന്നു? എ ഗ്രേഡ് കിട്ടി. സ്കൂൾ ഏതാ നിങ്ങളുടെ? ഓക്കെ. നിങ്ങളുടെ നാടകത്തിന്റെ പേരെന്തായിരുന്നു? ഓക്കെ. ആരെഴുതിയ നാടകമാ? ആണല്ലേ? നാടകം വലിയ മത്സരമായിരുന്നോ അതോ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ മത്സരിച്ചോ നിങ്ങള്? ഓക്കെ, സെക്കൻഡ് ആയി പോയി. ഇത്തവണ നിങ്ങൾ റിയാക്ട് ചെയ്തു അല്ലേ? ഓക്കെ, റിയാക്ട് ചെയ്തപ്പോ എവിടെ വരെയായി? എ ഗ്രേഡ് കിട്ടി. അപ്പൊ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളിലേക്ക് വരാം. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. കുറച്ച് ആൾക്കാരെ എനിക്ക് കാണാനുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാം. ഓക്കെ. എന്താ മക്കളെ? കേട്ടില്ല? ആണോ? ഏത് സ്കൂളാ നിങ്ങള്? ഓ, അത് ശരി. നിങ്ങൾ എ ഗ്രേഡ് ആണോ? ഓക്കെ. അപ്പൊ എന്താ നിങ്ങള് ഐറ്റം ഏതാ പറഞ്ഞേ? ദേശഭക്തി ഗാനമാണ്. ഏത് ദേശഭക്തി ഗാനാണ് നിങ്ങൾ പാടിയത്? ഒരു 2 ലൈൻ പാടി ഞാൻ നോക്കട്ടെ. ജന്മഭൂമിശ്ച സ്വർഗാ
ಜನನೀ ಸಕಲ ಶುಭದಕಲ ಬರದ ನಡನಲೆಯಲಾಸೆ ಚಾರು ವಿಮಲೆ ಹಿಮವಗಿರಿ ನಿರಗ ತರಳ ತರು ನಿರಗ ನೆರೆയും ಸುಹೃದ ಜನನೀ ഇത് മഹിത മധുര ജനനീ പ്രണവമുണരും ജനനീ. ഓക്കെ, താങ്ക് യു, ഗംഭീരമായിട്ടുണ്ട്. എ ഗ്രേഡ് കിട്ടിയില്ലയോ? ഇനിയിപ്പോ വേറെ എന്താ വേണ്ടേ? ഓക്കെ, സന്തോഷമായിട്ട് വീട്ടിലോട്ട് പോവാ. എപ്പോഴാ പോവാ? നാളെ. നീ മത്സരിക്കാനുണ്ടോ ഏതെങ്കിലും ഐറ്റത്തില്? ഇല്ല. ഓർക്കസ്ട്ര ഉണ്ടോ? അത് കഴിഞ്ഞോ? അതുകൂടെ കഴിഞ്ഞ ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ? പേരൻസാ അല്ലേ? നിങ്ങൾ നല്ല ടെൻഷനില്ല. ഇപ്പൊ പ്രേംകുമാർ പറഞ്ഞതേ ഉള്ളൂ, അമ്മമാർക്കാ ടെൻഷൻ. പോയോ? അത് മത്സര ഫലം വന്നോണ്ടല്ലേ? അതിന് മുമ്പ് ടെൻഷൻ അടിച്ചോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മത്സരം വിട്ടുകൊടുക്കണമെന്നാ പറയുന്നത്. ആണോ? മോളെ ഒന്ന് മുഖം ഒന്ന് കാണട്ടെ. ക്യാമറ മുഖം കണ്ടില്ല കേട്ടോ. കുട്ടികൾക്ക് അതുകൊണ്ടല്ലേ കുട്ടി, അതാണോ പ്രശ്നം? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടോ? ബോധക്കേട് വന്നോ? ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയോ? ഇല്ലല്ലോ, ടെൻഷൻ വരുമ്പോ അങ്ങനെയൊക്കെ വരുമല്ലോ. ഏക എപ്പിയിലോട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇവര് ദേശഭക്തി ഗാനത്തിന് ഇവരെ വന്നത്. ജില്ലയിൽ നിന്ന് നമ്മളാണ് ഫസ്റ്റ് ആയിട്ട് അപ്പീല് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഡിസ്ട്രിക്റ്റിൽ നിർഭാഗ്യവശാൽ നമുക്ക് സെക്കൻഡ് ആയി പോയി. അപ്പം ജയിച്ച ടീമിനെക്കാട്ടി നല്ല മാർക്ക് വാങ്ങിയിട്ട് ഏകോട് കിട്ടാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സന്തോഷം. താങ്ക് യു ഓർക്കസ്ട്രക്കാരി. അപ്പൊ നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ. ആ മോനെ, നീ ചെണ്ടയായിട്ട് റെഡിയായി നിൽക്കുകയല്ലേ? എന്താ പേര്? അർജിതജി. ഏത് സ്കൂളായത്? വെണ്ടാർ ശ്രീ വിദ്യാധിരാജ. ഓക്കെ, വെണ്ടാറ്. ഓക്കെ, തകർക്കുവോ? അടിച്ചു പൊട്ടിക്ക്. മോനെ കലക്കി. എ ഗ്രേഡ് കയ്യിലായല്ലോ. ഓക്കെ, നന്നായിട്ട് വരിക കേട്ടോ. ഓക്കെ, നിങ്ങളൊക്കെ കാണാൻ വന്നവരാണോ? സംഘഗാനം ഫസ്റ്റ് നമ്മുടെ കുട്ടികൾ. എന്നാ നിങ്ങൾ ഏത് സ്കൂളാ? കാരക്കോണം. ഞാൻ നേരത്തെ സംഘഗാനത്തിന്റെ ഫസ്റ്റ് വരെ കണ്ടല്ലോ. അത് എ ഗ്രേഡാണ്. അതെ, അത് ശരി. ഓക്കെ, അപ്പൊ സ്കൂള് കഴിഞ്ഞ വർഷം മത്സരിച്ചോ നിങ്ങള്? ഇല്ല, ആദ്യമായിട്ട് മത്സരിക്കുകയാണോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങള് പാടുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക് വേണമെന്ന് പറയുന്നു. ഇടവേള എടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇടവേള ഇഷ്ടമല്ലേ? അപ്പൊ നിങ്ങൾക്ക് പാടാനൊക്കെ ഒന്ന് ആശ്വാസം വരും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുട്ടികളുടെ സംഘഗാനമുണ്ട്. സ്കൂൾ ഏതാ പറഞ്ഞേ? ഓക്കെ, അപ്പൊ നമ്മള് ഇടവേള കഴിഞ്ഞു വരുമ്പോ ഇവരുടെ സംഘഗാനമായിരിക്കും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെ ഏവരെയും തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ കലോത്സവം തകർക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ തകർക്കുകയാണ്. അപ്പൊ നമുക്ക് മത്സരത്തിൽ പങ്കെടുത്ത കുറച്ച് കുട്ടികളുണ്ട്. സംഘഗാനക്കാരെ റെഡിയാണോ നിങ്ങള്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് ഒരു അല്പം കൊടുത്താൽ മതി. കൂടുതൽ കൊടുത്ത ആൾക്കാർ ബോധക്കേട് വന്നല്ലോ. ഓക്കെ, റെഡി. ഓക്കെ, പാടിക്കോളൂ. ഗാനചതുരായ ഗാനപ്രാണായ ഗാനാന്തരാത്മനേ ഗാനോസുതായ ഗാനമത്തായ ഗാനോ സുഖമനസേ ഗുരുപൂജിതായ ഗുരുദൈവതായ ഗുരുകുലസ്ഥായിനേ ഗുരുവിക്രമായ ഗൗരവരായ ഗുണവേ ഗുണഗുരവേ ഗുരുദൈത്യകലക്ഷേത്രേ ഗുരുധർമ്മ സദാരാധ്യായ ഗുരുപുത്ര പരിത്രാത്രേ ഗുരുപാർഗണ്ഡ ഖണ്ഡകായ. ഓക്കെ, നിങ്ങൾ രണ്ട് അല്പൂടെ പാടിക്കോളൂ എന്തായാലും. ഗീതസാരായ ഗീതതത്വായ ഗീതഗോത്രായ ധീമഹി ഗൂഢഗുൽഫായ ഗന്ധമത്തായ ഗോജയപ്രദായ ധീമഹി ഗുണാതീതായ ഗുണാധീക്ഷായ ഗുണപ്രവിഷ്ടായ ധീമഹി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും മത്സരം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സന്തോഷമായിട്ട് പോവാം. അപ്പൊ എ ഗ്രേഡിന്റെ സർട്ടിഫിക്കറ്റ് കൈവച്ചിട്ട് തലം വിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ,
അപ്പോൾ മത്സരത്തിന്റെ ഏറ്റവും വലിയ നിങ്ങളൊക്കെ ഏതിൽ മത്സരിച്ചു? തമിഴ് ഭരതനാട്യം ഭരതനാട്യമോ? ഭരതനാട്യം, മോഹിനിയാട്ടം, ഗ്രൂപ്പ് സോങ്ങും. അപ്പൊ എങ്ങനെയായിരുന്നു റിസൾട്ട്? എ ഗ്രേഡ് 3 ഇത് 3 നമ്മളാണോ ഒന്നിച്ച് മത്സരിച്ചത്? അതെ. എന്താ പേര് മോളുടെ? അലീന. സ്കൂൾ ഏതാ? സിൽവർ ഹിൽസ്. ഓ സൂപ്പറായല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം മത്സരിച്ചിരുന്നോ? കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ മത്സരിച്ചു. എന്നിട്ട് എങ്ങനെയായിരുന്നു? ഇപ്പൊ കുറെ കാലമായിട്ട് എ ഗ്രേഡ് നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കല്ലേ? അപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് 1. ഇനി ഹയർ സെക്കൻഡറിയില്ല അല്ലേ? ഓ അത് ശരി ശരി. അപ്പൊ അടുത്ത കൊല്ലം മത്സരത്തിനുണ്ടാവുമല്ലോ. നിങ്ങൾ ചേച്ചിയാണോ? അപ്പൊ നിങ്ങൾ കുടുംബമായിട്ട് അടിച്ചു മാറ്റിയോ? ഓക്കെ ഓക്കെ. ഇനി വീട്ടിൽ വേറെ ആരും ഉണ്ടോ മത്സരിക്കാൻ? അനീതിയുണ്ട്. അതോ? ഓക്കെ. താങ്കളോ? നിങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പൊ സന്തോഷം. സർ, സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ഡാഡ്. എന്റെ പ്രോഗ്രാമിനായിട്ട് ദുബായിന്ന് വന്നു, സർപ്രൈസ് ആയിട്ട്. ദുബായിന്ന്? എന്റെ പപ്പയാണിത്. പപ്പ ദുബായിന്ന് വന്നോ? സർപ്രൈസ് ആയിട്ട് വന്നാണോ? ഓക്കെ. അത് മോളെ സർപ്രൈസ് കൊടുക്കാനോ? പറഞ്ഞില്ല, വരുന്ന കാര്യം പറഞ്ഞില്ല. സഡൻലി വന്നു ട്രിവാൻഡ്രം. എന്നിട്ട് ആരാ സർപ്രൈസ് ആയത്? നിങ്ങൾ സർപ്രൈസ് ആയോ മോള് സർപ്രൈസ് ആയോ? രണ്ടാളും. എന്താ പേര്? സമീർ. എവിടെ താമസിക്കുന്നു? കാലിക്കറ്റ്. ഓക്കെ. അപ്പൊ മോക്ക് സർപ്രൈസ് ആയോ? എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? നമ്മള് വന്നെങ്കിൽ രാവിലെ ഒന്ന് വാതിൽ മുട്ടിയതോ? അല്ല, നമ്മള് അവിടെ കയറി ചെല്ലുമ്പോ തന്നെ പുറത്തുണ്ടായിരുന്നു. അപ്പൊ മോളെന്താ വിളിക്കുന്നത്? ഉപ്പാ എന്ന് വിളിച്ചോ? എങ്ങനെയായിരുന്നു? സർപ്രൈസ് ആയി പോയി. ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഇല്ലല്ലേ? ഓക്കെ. മോനെ എന്താ പേര്? ഓ ഗുഡ് 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 ഗുഡ്. ഓക്കെ. അപ്പൊ നന്നായിട്ടിരിക്കട്ടെ മോളെ. ഓക്കെ അല്ലേ? മോള് എന്നോട് പറഞ്ഞല്ലേ തമിഴ് പദ്യം ചൊല്ലല്ലോ അല്ലേ? ഓക്കെ. മോള് ഏത് സ്കൂളാ? BM ഗേൾസ്, കോഴിക്കോട്. മോളുടെ പേര് പറഞ്ഞാൽ മറന്നുപോയി. റോഷ്നി ദിയ. ഓക്കെ. മിടുക്കി. നന്നായിരിക്കട്ടെ. ഓക്കെ. താങ്ക് യു. അപ്പോൾ എങ്ങനെയോ ഇത്രയും വ്യത്യസ്തമായ ഇനങ്ങളിലാണ് നമ്മുടെ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ. മാത്രമല്ല പ്രതിഭാധനരായ ഒരുപാട് കുട്ടികൾ. ഒരുപക്ഷെ നമ്മുടെ കലാരംഗം, ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ കലയ്ക്ക് കുമ്പടഞ്ഞു പോയി, സർഗധനരായ കുട്ടികൾ കുറച്ചേ വരുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ആരോപണത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏത് മത്സരം കഴിഞ്ഞ് വരിക? തിരുവാതിരയോ? എങ്ങനെ കിട്ടിയോ? ഏത് സ്കൂളാ നിങ്ങള്? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? ആണോ? ഗംഭീര മത്സരമായോ? ഓക്കെ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ തവണ മത്സരിച്ചായിരുന്നോ? എങ്ങനെയായിരുന്നു റിസൾട്ട്? അടുത്ത തവണ എങ്ങനെ മത്സരിക്കും? ഹയർ സെക്കൻഡറിയിൽ വരും. അപ്പൊ മത്സരം വിടാൻ ഒരു ഉദ്ദേശമില്ല. അപ്പൊ ഓക്കെ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോ ഈ കുട്ടികളെല്ലാം നമുക്ക് പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ഈ പൊതുവെ ഈ കുട്ടികളൊക്കെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഭയങ്കര സ്മാർട്ടായിരിക്കും എന്നുള്ളതാണ് ഈ കലോത്സവ വേദിയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കലോത്സവ കാലത്തൊക്കെ ഒത്തിരി കാലം ഈ കലോത്സവ കളരിയിലൂടെയൊക്കെ ഇറങ്ങി നടന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരുപാട് മാറിയിരിക്കുന്നു. കുട്ടികൾക്ക് അങ്ങനെയുള്ള പഴയ സങ്കോചങ്ങളൊന്നുമില്ല. ഇതാരേ? എന്താ മോളെ പേര്? അഭിനന്ദ. എവിടെ വീട്? ചെട്ടിക്കുളങ്ങര. ഭരണിനാളിൽ ആണ്. ഇവിടെ വന്നെന്താ? കലോത്സവം കാണാൻ വന്നേണ്ടോ? എവിടെ നിന്ന് വന്നു? ചെട്ടിക്കുളങ്ങരയിൽ നിന്ന്. ഇതിനായിട്ട് വന്നല്ലേ? ഓക്കെ. എന്നിട്ട് ഇവിടെ താമസിച്ച് കാണുവാ? ഇല്ല, ഇവിടെ താമസിച്ച്. ഓക്കെ. അത് നന്നായി. താങ്കളോ? ഞാൻ മലപ്പുറത്ത് വരാം. മലപ്പുറത്ത് വരാം. ഇത് കാണാനായിട്ട് വന്നതാണോ? അതോ? ഓക്കെ. എങ്ങനെയുണ്ട് മത്സരം കണ്ടിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാ അല്ലേ? ഓക്കെ. ഇത് എല്ലാം ഇങ്ങനെ കലോത്സവം കാണാൻ സാധാരണ പോകാറുണ്ടോ? ഞാൻ ഒന്നും ഒഴിവാക്കലില്ല. അതുവരെ ഒരെണ്ണം ഒഴിവാക്കിയിട്ടില്ല. ഓക്കെ. എന്ത് ചെയ്യുന്ന ആളാ? ഞാന് മീനിന്റെ പരിപാടിയാണ്. മീൻ കച്ചവടം. പണി കളഞ്ഞോ? അല്ല, പണി ഈ സമയത്തൊക്കെ പണിയില്ലല്ലോ. ഇല്ലല്ല, ഇനി ഇത് കഴിയട്ടെ എന്നിട്ടല്ല പണി. അതൊക്കെ മതിയല്ലേ? പണിയൊക്കെ. ഓക്കെ ഓക്കെ. എന്തായാലും ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. ഓക്കെ. പോലീസിന്റെ ഒരു പവലിയൻ ഉണ്ടായിരുന്നു. അതോ? ഓക്കെ. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. എങ്ങനെ എന്താ പരിപാടി ഈ പവലിയനില്? പവലിയനിൽ എല്ലാ ദിവസവും, അതായത് കലോത്സവം തുടങ്ങിയ ദിവസം മുതൽ ഈ ദിവസം വരെ രാവിലെ മുതൽ ലഘുഭക്ഷണം, ഐസ്ക്രീം, കട്ടൻ ചായ, ചുക്ക് കാപ്പി കൊടുക്കുന്നേ സ്വന്തമായിട്ട് കുടിക്കാം. മുഴുവൻ പേർക്കും അതായത് രക്ഷകർത്താക്കൾക്ക്, അധ്യാപകർക്ക്, കുട്ടികൾക്ക്, പോലീസുകാർക്ക്, പിന്നെ അഭ്യുദയകാംക്ഷികൾക്ക് മുഴുവൻ പേർക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ വരാം. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് നിങ്ങൾ ഏതായിട്ടില്ല പങ്കെടുത്ത്? സ്കൂളാ നിങ്ങള്? ഓക്കെ. അപ്പൊ നിങ്ങൾ എ ഗ്രേഡ് കിട്ടിയോ? എന്താ മോനെ? കൈ വേണോ? ഓക്കെ. റെഡിയടാ കുട്ടാ. എന്താ പേര്? ഓക്കെ. നമുക്ക് പെട്ടെന്നൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞിട്ട് ഞാൻ പ്രിയപ്പെട്ട കലാപ്രതിഭകളിലേക്ക് വരാം.